അടുത്തത് ഗ്രാവിറ്റേഷൻ എന്നുള്ള യൂണിറ്റാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. അപ്പോൾ കെപ്ലറിൻ്റെ 3 ലോസ് ഉണ്ട്, 3ഉം പഠിച്ചു വെച്ചിരിക്കണം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ഓർബിറ്റ് എന്നറിയപ്പെടുന്നതാണ്. അതായത് എല്ലാ പ്ലാനറ്റുകളും എന്ത് ചെയ്യും, സൂര്യന് ചുറ്റും ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ എലിപ്സിൻ്റെ ഏതെങ്കിലും ഒരു ഫോക്കസിലായിരിക്കും സൺ. എവറി പ്ലാനറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് ദ സൺ അറ്റ് വൺ ഓഫ് ദി ഫോസൈ. സെക്കൻഡ് ലോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇക്വേഷൻ എഴുതി വെച്ചാലെങ്കിലും മതി. ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഇസിക്കൽ ടു എ കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ ഏരിയൽ വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. തേർഡ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് പീരീഡ്സ് ആണ്. ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ്. സ്ക്വയർ ഓഫ് പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് എ പ്ലാനറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ്. ഇങ്ങനെ 3 കെപ്ലേഴ്സിൻ്റെ ലോസ് ഉണ്ട്, 3ഉം നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അടുത്തത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇതും ചോദിച്ചാൽ ഇക്വേഷൻ എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടി. എഫ് ഇസിക്കൽ ടു ജി m1 m2 ബൈ ആർ സ്ക്വയർ. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്ന ലോയാണ്. പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. The uniform acceleration experienced by a freely falling body due to gravitational pull of Earth, that is G is equal to gm by r square. അതിൻ്റെ വാല്യൂ എർത്തിൻ്റെ സർഫസിൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി ജിയുടെ വാല്യൂ മുകളിലേക്ക് പോകുന്തോറും, അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുന്തോറും വാല്യൂ കുറഞ്ഞു വരും. അതുപോലെ താഴേക്ക് ഡെപ്തിലേക്ക് പോകുന്തോറും കുറഞ്ഞു വരും. അതിൻ്റെ രണ്ടിൻ്റെ ഡെറിവേഷൻസ് ഉണ്ട്. ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് ജി എച്ച് ഇസിക്കൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആറും, അതുപോലെ ഡെപ്തിലാണെങ്കിൽ ജി ഡി ഇസിക്കൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആറും. ഈ രണ്ട് ഡെറിവേഷൻ അത് ഷുവർ ക്വസ്റ്റ്യനാണ്, നന്നായിട്ട് എഴുതി പഠിച്ചിരിക്കണം. അതുപോലെ അറ്റ് ദി സെൻറ്ററിൽ അവിടെ ഡെപ്ത് എന്ന് പറയുന്നത് 6 ആകും. അപ്പം അവിടെ 0 ആണ്. അപ്പോൾ എർത്തിൻ്റെ സെൻറ്ററിൽ ജിയുടെ വാല്യൂ 0, സർഫസിൽ 9.8, മുകളിലോട്ട് പോകുന്തോറും താഴോട്ട് പോകുന്തോറും വാല്യൂ കുറഞ്ഞു വരും. വാല്യൂ ഓഫ് ജി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ്. അത് ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിന് വന്നിരുന്നു. അതുപോലെ വാല്യൂ ഓഫ് ജി ഈസ് ഗ്രേറ്റർ അറ്റ് പോൾസ് ദാൻ അറ്റ് ദി ഇക്വേറ്റർ. കാരണം എർത്ത് കറക്റ്റ് ഒരു സ്പെറിക്കൽ ഷേപ്പല്ല, ഒരു ആപ്പിളിൻ്റെ പോലെ ബൾജ്ഡ് ഷേപ്പാണ്. അപ്പോൾ പോൾസിൽ ആറിൻ്റെ വാല്യൂ റേഡിയസ് കുറവാണ്. അതുകൊണ്ടാണ് അവിടെ ജിയുടെ വാല്യൂ കൂടുതൽ വരുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേമുകളുണ്ട്. എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി. Minimum velocity with which a body is to be projected so that it escapes from the gravitational field of Earth is called escape velocity. അതിൻ്റെ ഡെറിവേഷൻ കൈനറ്റിക് എനർജിയും ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിയും കൊണ്ട് ഇക്വേറ്റ് ചെയ്താൽ √2gm/r എന്ന് കിട്ടും, അല്ല √2gr കിട്ടും. അത് നന്നായിട്ട് പഠിച്ചു വെച്ചോണം. നമ്മുടെ എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി 11.2 km/s ആണ്. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി വിത്ത് വിച്ച് എ സാറ്റലൈറ്റ് റിവോൾവ്സ് ഇൻ ഇറ്റ്സ് ഓർബിറ്റ്. അത് ഫോഴ്സുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് √gm/r അല്ലെ √gr. ഇത് തമ്മിലുള്ള എസ്കേപ്പ് വെലോസിറ്റി ഓർബിറ്റൽ വെലോസിറ്റിയും തമ്മിൽ √2ൻ്റെ വ്യത്യാസമാണുള്ളത്. v ഈക്വൽസ് √2v. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷനാണ് പീരീഡ് ഓഫ് സാറ്റലൈറ്റ്. പീരീഡ് എന്ന് പറയുന്നത് ഓർബിറ്റ് സർക്കംഫറൻസിനെ ഓർബിറ്റൽ വെലോസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി എന്നുള്ള ടേമിൽ. അപ്പോൾ അതും അധികം ചോദിച്ചു കണ്ടിട്ടില്ല, എങ്കിലും നോക്കി വയ്ക്കുക. പിന്നെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് മൂണിന് അറ്റ്മോസ്ഫിയർ ഇല്ല, എന്തുകൊണ്ട്? എസ്കേപ്പ് വെലോസിറ്റി ഓൺ മൂൺ ഈസ് 2.3 km/s. സ്പീഡ് ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് വാല്യൂ ആൻഡ് ദി എസ്കേപ്പ്. പിന്നെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി വർക്ക് കണ്ടുപിടിക്കുക. ആ വർക്ക് തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഈ വാല്യൂ ആണ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റിയിൽ കൊടുക്കുന്നത്, gm/r എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്റർ. അപ്പോൾ അതിനകത്ത് എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി ഷുവറായിട്ട് ചോദിക്കും. ജിയുടെ വേരിയേഷൻ വിത്ത് ഹൈറ്റ്, അതുപോലെ വിത്ത് ഡെപ്ത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കെപ്ലേഴ്സ് ലോ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഗ്രാവിറ്റേഷൻ ലോ പഠിച്ചു വെച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസിനും നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അടുത്തതാണ് ഇലാസ്റ്റിസിറ്റി. എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. അതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് സ്റ്റീൽ, റബ്ബർ, ഇതിൽ ആരാണ് കൂടുതൽ മോർ ഇലാസ്റ്റിക്? ഇപ്പോൾ സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക്. അപ്പം ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ഓഫ് എ ബോഡി ബൈ വെർച്യൂ ഓഫ് വിച്ച് ഇറ്റ് ടെൻഡ്സ് ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ് ഓൺ റിമൂവിങ് ദി അപ്ലൈഡ് ഫോഴ്സ്. ഫോഴ്സ് മാറ്റിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ തിരിച്ച് അതിൻ്റെ ഷേപ്പ് റീറ്റെയിൻ ചെയ്യാനുള്ള കഴിവാണ്. അപ്പം നല്ല സ്ട്രോങ് മെറ്റീരിയൽസിന് അത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക്.
പിന്നെ സ്ഥിരമായിട്ട് വരുന്നതാണ് ഹൂക്സ് ലോ. വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ഓർ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എന്താണ് സ്ട്രെസ്? റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. സ്ട്രെയിൻ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അപ്പോൾ സ്ട്രെസ്സുകൾ 3 തരത്തിലുണ്ട്, സ്ട്രെയിനുകൾ 3 തരത്തിലുണ്ട്. അപ്പോൾ സ്ട്രെയിൻ നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇതിനകത്ത് പഠിച്ചു. യൂണിറ്റും ഡയമെൻഷനും ഇല്ലാത്തൊരു ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിളാണ് സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. അപ്പോൾ 3 തരം മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റീസ് ഉണ്ട്. യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്. 3ൻ്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കണം. കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ബൾക്ക് മോഡുലസിൻ്റെ റെസിപ്രോക്കലാണ്. അതിലൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. കംപ്രസിബിലിറ്റി ഈസ് ലീസ്റ്റ് ഫോർ സോളിഡ്സ് ആൻഡ് മോസ്റ്റ് ഫോർ ഗ്യാസസ്. ബൾക്ക് മോഡുലസ് ഈസ് ലീസ്റ്റ് ഫോർ ഗ്യാസസ് ആൻഡ് മോസ്റ്റ് ഫോർ സോളിഡ്സ്. പിന്നെ ഏറ്റവും ഷുവറായിട്ട് മാർക്ക് കൂടുതൽ കിട്ടുന്നതും ഒരു ഷുവർ ക്വസ്റ്റ്യനുമാണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഓഫ് എ മെറ്റൽ. അപ്പോൾ അതിനകത്ത് ഗ്രാഫ് ഇതുപോലെ ഷേപ്പിൽ വരയ്ക്കണം. അതിനകത്ത് നോക്കണം സ്ട്രെയിറ്റ് ലൈനായിട്ട് എ വരെ വരുന്നുണ്ട്. എ വിളിക്കുന്ന പേരാണ് പ്രൊപ്പോർഷൻ ലിമിറ്റ്. അതിനുശേഷം അല്പം കേർഡായിട്ട് തൊട്ടടുത്തായിട്ടൊരു പോയിൻറ്റ് ബി വരും. അതിനെയാണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബി വരെ ബോഡി ഇലാസ്റ്റിക് നേച്ചർ കാണിക്കും. അതിന് ശേഷം ഇത് പ്ലാസ്റ്റിക് നേച്ചറാണ് കാണിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് വരുന്ന പോയിൻ്റാണ് ഫ്രാക്ചർ പോയിൻ്റ് അഥവാ ബ്രേക്കിംഗ് പോയിൻറ്റ്. അപ്പോൾ ഇതിനിടയിൽ എവിടെ വെച്ച് നമ്മൾ സ്ട്രെസ്സ് മാറ്റിയാലും ഇതിനകത്ത് സ്ട്രെയിൻ കാണും. അപ്പോൾ ഓ ഡാഷ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഗ്രാഫിൽ വരുന്നുണ്ട്. അതിനെ പെർമനൻറ്റ് സെറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അത്രയെങ്കിലും മിനിമം പഠിച്ചു വെച്ചിരിക്കണം. പിന്നെ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇലാസ്റ്റിക് പ്രോപ്പർട്ടിയുടെ ആപ്ലിക്കേഷൻ. അതിൽ ബ്രിഡ്ജസിൻ്റെ ഡിസൈൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ബെൻഡിങ് നമ്മൾ പഠിക്കും. WL3/4BD3Y. അത് റിഡ്യൂസ് ചെയ്യണമെങ്കിൽ Y വലുതായിരിക്കണം, ബിയും ഡിയും കൂട്ടി വയ്ക്കണം. അങ്ങനെയാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്രിഡ്ജസ് പണിയുന്നത്. അതുപോലെ ഐസ് സെക്ഷൻ നമ്മൾ ബീമുകൾ പണിയും. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബക്ലിംഗ് കുറയ്ക്കാം. അതുപോലെ ലാർജ് ലോഡ് ബെയറിംഗ് സർഫസും ഡെപ്തും പ്രൊവൈഡ് ചെയ്യും. വെയിറ്റ് കുറവാണ്, വിത്തൗട്ട് ലോസിങ് സ്ട്രെങ്ത് ആൻഡ് റെഡ്യൂസസ് കോസ്റ്റ്. അപ്പോൾ ഇത്രയാണ് സോളിഡ് എന്ന് പറയുന്ന മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്നുള്ള യൂണിറ്റ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ്. അത് നല്ലപോലെ പഠിച്ചോണം. അതുപോലെ ഇങ്ങനെ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ഇലാസ്റ്റിക് റീജിയൻ ഒന്നും ഇല്ലാത്തൊരെണ്ണം കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്, ഇലാസ്റ്റോമർ. അത് ടിഷ്യൂ ഓഫ് അയോർട്ട, റബ്ബർ ഒക്കെ ഇലാസ്റ്റോമറിന് എക്സാമ്പിളാണ്. അതൊരു പരാബോളിക് ഷേപ്പിലാണ് അവിടെ ഗ്രാഫ് കിട്ടുന്നത്. അടുത്തത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. നമ്മുടെ +1 ഫിസിക്സിൽ ഏറ്റവും അധികം മാർക്ക് വരുന്ന ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ആദ്യം പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. യൂണിറ്റ് പാസ്കലാണ്. ഇനി ഒരു ഫ്ലൂയിഡിനെ താഴേക്ക് പോകുന്നതോറും പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ H ഡെപ്തിലെ പ്രഷർ എന്ന് പറയുന്നത് P = അറ്റ്മോസ്ഫിയറിക് പ്രഷർ PA + HρG ആണ്. ഇനി ഗേജ് പ്രഷർ, ഈ പ്രഷർ വ്യത്യാസത്തിനെയാണ് ഗേജ് പ്രഷർ എന്ന് വിളിക്കുന്നത്. P - PA = HρG. അതാണ് ഗേജ് പ്രഷർ. അതുപോലെ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ 1.013 × 10⁵ പാസ്കലാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മെർക്കുറി ബാരോമീറ്റർ. ഗേജ് പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കണം. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് പാസ്കൽസ് ലോ. External pressure applied at any part of the fluid contained in a vessel is transmitted undiminished and equally in all directions. അതിൻ്റെ ആപ്ലിക്കേഷനാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ബ്രേക്ക് ഒക്കെ. അപ്പോൾ അതിൻ്റെ പടം വരച്ച് അതിൻ്റെ ഇക്വേഷൻ എഴുതാൻ പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ ഹൈഡ്രോളിക് ലിഫ്റ്റ് പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷനാണ്. ഒരാം ചെറുതായിട്ടും മറ്റേത് വലുതായിട്ടും വരയ്ക്കണം. രണ്ടിടത്തും ഇവിടെ F1 ഫോഴ്സ് കൊടുക്കുന്നു, പ്രഷർ F1/A1. അതേ പ്രഷർ ഇപ്പുറത്തും കിട്ടും, ദാറ്റ് ഈസ് F2/A2. അപ്പോൾ അങ്ങനെ ഒരു ഫോഴ്സ് മൾട്ടിപ്ലയർ ആയിട്ട് ഇത് ആക്ട് ചെയ്യും. ഇപ്പുറത്തുള്ള ഹെവി ലോഡിനെ ഉയർത്താനും സാധിക്കും. അടുത്ത ഫ്ലൂയിഡ് ഫ്ലോ തന്നെ 2 തരത്തിലുണ്ട്. സ്ട്രീം ലൈൻ ഫ്ലോ അഥവാ സ്റ്റഡി ഫ്ലോ, അതുപോലെ ടർബുലൻറ്റ് ഫ്ലോ. ഇപ്പോൾ വെലോസിറ്റി ഓഫ് ഈച്ച് പാർട്ടിക്കിൾ പാസിംഗ് ത്രൂ ദ
point is constant, it is called streamline flow. അത് ഒരു വെലോസിറ്റി താഴെ, ക്രിട്ടിക്കൽ വെലോസിറ്റി താഴെ മാത്രമേ സ്ട്രീം ലൈൻ ഫ്ലോ നടക്കൂ. അതേസമയം ക്രിട്ടിക്കൽ വെലോസിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ലോസസ് ഇസ് സ്റ്റെഡിനെസ് ആൻഡ് ബിക്കം ടർബുലൻറ്റ്, സിക്സാക്ക്, ഇറഗുലർ ആയിട്ട് മാറും. അങ്ങനെ 2 തരം ഫ്ലോ ഉണ്ട്. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ ലോയും സ്ട്രീം ലൈൻ ഫ്ലോയിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അടുത്ത ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അതിൽ നിന്ന് സാധാരണ വരുന്ന ചോദിക്കുകയാണ്, ഇത് ഏതിനെ ബേസ് ചെയ്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്രവർത്തിക്കുന്നത്? കൺസർവേഷൻ ഓഫ് മാസിനെ ബേസ് ചെയ്താണ്. അതായത് ഒരു സ്റ്റഡി ഫ്ലോയിലൊരു ട്യൂബിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അവിടെ എത്ര മാസമാണ് അതിലേക്ക് എൻ്റർ ചെയ്യുന്നത് അത്രയും മാസ് തന്നെ അപ്പുറത്തൂടെ പുറത്തേക്ക് പോകും. അപ്പം അവിടെ കൺസർവേഷൻ ഓഫ് മാസ് എന്നുള്ള കോൺസെപ്റ്റാണ് കൊണ്ടുവരുന്നത്. അവസാനം നമുക്ക് A1 V1 = A2 V2 എന്ന് കിട്ടും. അല്ലെങ്കിൽ AB = A കോൺസ്റ്റൻറ്റ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു വെലോസിറ്റി റിമെയിൻസ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഈ യൂണിറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ, അതുപോലെ അതിൻ്റെ ഡെറിവേഷനും. അത് നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ സം ഓഫ് പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഓഫ് എ ഫ്ലൂയിഡ് ഇൻ സ്റ്റഡി ഫ്ലോ റിമെയിൻസ് എ കോൺസ്റ്റൻറ്റ്. എന്നിട്ട് ഇക്വേഷനും കൂടെ എഴുതിയേക്കണം. P + ½ ρv² + ρgh = a കോൺസ്റ്റൻറ്റ്. ഇനി അതിൻ്റെ പ്രൂഫ് ചോദിക്കുകയാണെങ്കിൽ 5 മാർക്കിനാണ് ഇതിൻ്റെ പ്രൂഫ് ഇവിടെ കാണും. അപ്പോൾ പടത്തിന് മാർക്കുണ്ട്. ഇപ്പോൾ 2 ഹൈറ്റിലായിട്ട് ഒരു പൈപ്പ് വരയ്ക്കുക. എൻ്റർ ചെയ്യുന്ന ഭാഗത്തെ വെലോസിറ്റി V1, ഏരിയ A1, പ്രഷർ P1. അതുപോലെ മറു സൈഡിൽ A2 P2 V2, ഹൈറ്റ് H1 H2. അപ്പോൾ അവിടെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ P1 - P2 × V. അതുപോലെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ½ m × V2² - V1². ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി mg × H2 - H1. വർക്ക് എനർജി തിയറി അനുസരിച്ച് വർക്ക് ഡൺ = ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അത് ആവശ്യമുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടും P + ½ ρv² + ρgh = a കോൺസ്റ്റൻറ്റ്. ഇത്ര എഴുതിയ മുഴുവൻ മാർക്കും ഈ ക്വസ്റ്റിന് കിട്ടും. അപ്പം അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷനുണ്ട്. അതിലൊന്നാണ് ടോർസെല്ലിസ് ലോ. Speed of efflux of a fluid through a small hole at the depth h of an open tank is equal to speed of a freely falling body, V = √2gh. അതുപോലെ മാഗ്നസ് എഫക്റ്റ്. When a ball moves with a spin, the relative velocity of air above the ball is greater than that below it. Then pressure below the ball will be greater than that above and produces an upward force on the ball. This dynamic lift due to spinning is called Magnus effect. അതായത് ഒരു ബോള് സ്പിൻ ചെയ്ത് നമ്മൾ എറിയുകയാണെങ്കിൽ ഇതിൻ്റെ അപ്പർ ലോവർ പോർഷൻ തമ്മിൽ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാവുകയും അത് കേർഡ് പാത്തിൽ മൂവ് ചെയ്യുകയും ചെയ്യും. ഇതിനെയാണ് മാഗ്നസ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത വിസ്കോസിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്താണെന്ന് അതിൻ്റെ ഒരു ഇക്വേഷൻ ഇപ്രാവശ്യം നമ്മുടെ മോഡൽ എക്സാം ചോദിച്ചിരുന്നു. കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഈസ് ഷിയറിംഗ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ റേറ്റ്. അങ്ങനെ തന്നെ എഴുതണം. എന്നിട്ട് ഇക്വേഷൻ എഴുതണം. η = FL/AB അല്ലെങ്കിൽ VA. അതുപോലെ അവിടെ വരുന്ന ലോ ആണ് സ്റ്റോക്സ് ലോ. F = 6/ηA/VT. VT എന്ന് പറയുന്നത് ടെർമിനൽ വെലോസിറ്റിയാണ്. അപ്പോൾ ഇത് ഈ ഇക്വേഷൻ എഴുതിയാൽ തന്നെ സ്റ്റോക്സ് ലോയുടെ മാർക്ക് മുഴുവൻ കിട്ടും. അതുപോലെ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇപ്പോൾ വിസ്കോസിറ്റി ഫ്ലോ ചെയ്യാനുള്ളൊരു തടസ്സം അല്ലെങ്കിൽ ഒരു കഴിവില്ലായ്മയാണ്, ഒരു ഫ്രിക്ഷനാണ്. നമുക്കറിയാം ടാർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒഴുകുന്ന ഒരു മെറ്റീരിയൽ അല്ല, പക്ഷേ അതിന് ചൂടാക്കി കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഒഴുകും. അപ്പം ഒരു ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി ചൂടാക്കി കഴിഞ്ഞാൽ ഹീറ്റ് ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ഡിക്രീസ് ചെയ്യും. അതേസമയം ഗ്യാസിന് നേരെ തിരിച്ചാണ്. വിസ്കോസിറ്റി ഓഫ് ഗ്യാസസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇനി ഒരു വിസ്കസ് മീഡിയത്തിലൂടെ ഒരു സ്പെറിക്കൽ ബോഡി മൂവ് ചെയ്താൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദി ബോഡി, ബോയൻ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, 3 ഫോഴ്സുകൾ ആക്ട് ചെയ്യും. അതിൽ നിന്ന് വരുന്നൊരു കോൺസെപ്റ്റാണ് ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് താഴേക്ക് വീഴുന്നൊരു ഓബ്ജക്റ്റിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ ഫോഴ്സ് 0 ആകും. അതായത് അപ്വേർഡ് ഫോഴ്സും ഡൗൺവേർഡ് ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആകും. അന്നേരം അത് അറ്റൈൻ ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് വെലോസിറ്റിക്ക് വിളിക്കുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. അതിൻ്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ പഠിച്ചു വയ്ക്കണം. അടുത്ത പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ.
ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആക്ടിങ് ഓൺ ദി ഇൻ്റർഫേസ് ബിറ്റ്വീൻ ലിക്വിഡ് പ്ലെയിൻ ആൻഡ് ദി സബ്സ്റ്റൻസ്, അതിനാണ് സർഫസ് ടെൻഷൻ. അല്ലെങ്കിൽ F/L എന്ന് എഴുതിയാൽ മതി. ന്യൂട്ടൺ പെർ മീറ്റർ ആണ് യൂണിറ്റ്. MT⁻²ആണ് എൻ്റെ ഡയമെൻഷൻ ഫോർമുല. ഇനി ആംഗിൾ ഓഫ് കോണ്ടാക്ട്, ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻറ്റ് ടു ദ ലിക്വിഡ് സർഫസ് അറ്റ് ദി പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആൻഡ് സോളിഡ് സർഫസ് ഇൻസൈഡ് ദ ലിക്വിഡ്, അതിനാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് വിളിക്കുന്നത്. അക്യൂട്ട് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ആണെങ്കിൽ ആ ലിക്വിഡ് ആ സർഫസിനെ വെറ്റാക്കും. ഉദാഹരണത്തിന് വാട്ടറും ഗ്ലാസും തമ്മിലുള്ളത് 0 തൊട്ട് 8 ഡിഗ്രി വരെയാണ്. പ്യുവർ വാട്ടർ ആണെങ്കിൽ 0യും ഇംപ്യുവർ വാട്ടർ ആണെങ്കിൽ 8 ഡിഗ്രിയാണ്. അതേസമയം മെർക്കുറി ആണെങ്കിൽ 140 ഡിഗ്രിയാണ്. മെർക്കുറിയും ഗ്ലാസും തമ്മിൽ, അത് ഒരിക്കലും ഗ്ലാസ്സിന് വെറ്റാക്കത്തില്ല. പിന്നെ സോപ്പും ഡിറ്റർജൻസും സർഫസ് ടെൻഷൻ റെഡ്യൂസ് ചെയ്യും. സോ ഡർട്ട് ക്യാൻ ബി റിമൂവ്ഡ് ഈസിലി യൂസിങ് സോപ്പ് ആൻഡ് ഡിറ്റർജൻസ്. അടുത്തൊരു പ്രധാനപ്പെട്ട ഡെറിവേഷനാണ് എക്സസ് പ്രഷർ ഇൻസൈഡ് എ സ്പെറിക്കൽ ട്രോപ്പ്. അപ്പോൾ ഒരു ട്രോപ്പ് സ്പെറിക്കൽ ഷേപ്പിലിരിക്കാൻ കാരണം അതിൻ്റെ ഇൻസൈഡിൽ പ്രഷർ കൂടുതലുണ്ട്. അപ്പോൾ ആ എക്സസ് പ്രഷർ മൂലമാണ് ആ ഷേപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ എക്സസ് പ്രഷറിൻ്റെ ഇത് കാണാനായിട്ട് വർക്കിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ PI - PO = 2S/R എന്ന് കിട്ടും. അപ്പോൾ അതിന് ഓരോ വർക്കിനും മാർക്കുണ്ട്. ഫസ്റ്റ് അത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്തുള്ള ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, ആ വർക്കിനൊരു മാർക്ക്. സർഫസ് ടെൻഷൻ ഇൻ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ, ആ വർക്കിന് അടുത്ത ഒരു മാർക്ക് കിട്ടും. ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് എക്സസ് പ്രഷർ കണ്ടുപിടിക്കണം. ഇനി ഒരു ബബിളിനകത്താണെങ്കിൽ ട്രോപ്പിൻ്റെ ഇരട്ടി വരും, കാരണം 2 സർഫസുകളുണ്ടല്ലോ. അപ്പോൾ 4S/R ആണ് എക്സസ് പ്രഷർ ഇൻസൈഡ് ബബിൾ. ലാസ്റ്റ് ടോപ്പിക്കാണ് കാപ്പിലറി റൈസ്. വാട്ടർ റൈസസ് ഇൻ എ കാപ്പിലറി ട്യൂബ് ഡിപ്ഡ് ഇൻ എ ലിക്വിഡ്. ദിസ് ഈസ് കാൾഡ് കാപ്പിലറി റൈസ്. അതിൻ്റെ ഡെറിവേഷൻ H = 2S cos θ/R⍴g. അതും പടം വരച്ച് പഠിച്ചു വയ്ക്കണം. എളുപ്പമുള്ളൊരു ഡെറിവേഷനാണ്. അപ്പോൾ ഇത്രയാണ് വളരെ വലിയ ഒരു യൂണിറ്റാണ് ഫ്ലൂയിഡ്സിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ. അപ്പോൾ എല്ലാം നന്നായിട്ട് എഴുതി പഠിക്കണം. അതിനകത്ത് എക്സസ് പ്രഷർ, അതുപോലെ ബെർണോളിസ് തിയറം, ഹൈഡ്രോളിക് ലിഫ്റ്റ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്.